ഭരണപരാജയം, വിലക്കയറ്റം, ധൂർത്ത്, സ്വജനപക്ഷപാതം, അഹങ്കാരം തുടങ്ങിയിട്ടുള്ള ധാർഷ്ട്യം തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ ഒത്തുചേർന്നുകൊണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നേരിട്ടിട്ടുള്ള ഒരു പരാജയത്തിനെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആയുധം, ഈ CBIയുടെ ആയുധം എടുത്തിട്ട് പ്രയോഗിക്കുന്നതെങ്കിൽ അത് ജനത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം CPM എന്ന് പറയുന്ന പാർട്ടിയും ഇവിടെ ഭരിക്കുന്ന LDF സർക്കാരും മനസ്സിലാക്കുക, അത് ഗുണത്തെക്കാളേറെ നിങ്ങൾക്ക് ദോഷമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പോൾ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് അത് പൂർത്തീകരിക്കാനുള്ള സമയം ഈ 4 മാസത്തിലില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ. പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ 2 ബെഞ്ചുകൾ പറഞ്ഞിരിക്കുക, വിജിലൻസ് പറഞ്ഞിരിക്കുക, ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പരമോന്നത അന്വേഷണ ഏജൻസിയാണല്ലോ ഈ വിജിലൻസ് എന്ന് പറഞ്ഞ ഇത്തരം കാര്യങ്ങളുടെ ആ അന്വേഷണ ഏജൻസിയും പരമോന്നത നീതിപീഠം കേരളത്തിൻ്റെ 2 ബെഞ്ചുകളും പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് നമ്മുടെ എന്താ പറയേണ്ടത് VD സതീശന് ഒരു ബഹുമതി ചാർത്തി കൊടുക്കുന്നത് പോലെ അദ്ദേഹത്തിനെ ഒരു അന്തസ്സായിട്ട് മാറാൻ വേണ്ടിയിട്ട് CBI അന്വേഷണത്തിൽ കൂടി ഇതിൻ്റെ കറ കളഞ്ഞിട്ട് അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി പുറത്തേക്ക് വരികയാണെങ്കിൽ വരാനുള്ള സമയം ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും VD സതീശനെ കൂടുതൽ അനുകൂലമായ ഒരു സാഹചര്യം VD സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഉണ്ടാക്കാനേ ഇത് ഉപകരിക്കൂ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സതീഷിലേക്ക് എത്തുന്നതിന് മുമ്പ് നേരത്തെ സതീഷ് ചോദ്യത്തിന് നേർക്കുനേർ വസ്തുതയോട് ചോദിക്കാം. വസന്ത്, ഈ അത്തരത്തിൽ ഫേസ്ബുക്കിൽ ഈ 500 പൗണ്ടിന്റെ കാര്യം പറയുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് സഭയിൽ കള്ളം പറഞ്ഞു എന്നാണ് സതീഷ് പറഞ്ഞത്. അതിന്റെ മറുപടി. അല്ല, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ റിപ്പോർട്ട് നിയമവകുപ്പിന് സമർപ്പിച്ചാണ്. ആ റിപ്പോർട്ട് നിയമവകുപ്പിന് സമർപ്പിച്ച ശേഷവും സർക്കാരിന് താല്പര്യമുള്ള, സർക്കാരിന് നിയന്ത്രണമുള്ള നിയമവകുപ്പ് അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഏത്? ഈ വിജിലൻസ് ഡയറക്ടറിന്റെ റിപ്പോർട്ട്. അതിന് തൊട്ട് മുമ്പുള്ള അന്വേഷണ റിപ്പോർട്ടല്ല, വിജിലൻസ് ഡയറക്ടറിന്റെ CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട്. വിജിലൻസ് SP-യും അതിനെ തള്ളിക്കളയാണ് ചെയ്തത്. 2, ഈ മണപ്പാട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 ഡസൻ NGO-കൾ, 1 ഡസൻ ഫൗണ്ടേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ VD സതീശൻ മാത്രമല്ല കേട്ടോ, ഈ പറവൂർ മണ്ഡലത്തിന് കീഴിലുള്ള വിവിധ ജനപ്രതിനിധികൾ, അത് CPM ഉണ്ട്, CPM ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഒരു ടീമാണ് റീബിൽഡ് പറവൂർ എന്ന കണക്കിന് പുനർജനി, നമുക്ക് പുതുനിർമ്മിക്കാം പറവൂരിനെ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ CPM-ന്റെ അവിടെയുള്ള പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അവരോടെല്ലാം ഞങ്ങൾക്ക് നന്ദിയുമുണ്ട്. ഇനി ആ വീഡിയോയുമായി ബന്ധപ്പെട്ട്, ആ വീഡിയോ ബഹുമാനപ്പെട്ട ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ശ്രീ VD സതീശന്റെ, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ഇപ്പോഴും എന്ന് പറയുമ്പോൾ ഈ വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോഴും അത് അവൈലബിൾ ആണ്. അതായത് വിജിലൻസിന്റെ പരിഗണനയ്ക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1ഉം 2ഉം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും പരിഗണനയ്ക്കും ഈ വീഡിയോയും കടന്നു വന്നിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചിട്ടാണ് സർക്കാരിന്റെ വിജിലൻസും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ 1ഉം 2ഉം കോടതിയുടെ ബെഞ്ചുകളും ഇതിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നും ഇതിൽ യാതൊരു തരത്തിലുള്ള അഴിമതിയുടെ കണിക പോലും ഇല്ല എന്നും റിപ്പോർട്ട് കൊടുക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇനി ആയതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വീഡിയോയിൽ പറയുന്നത് എന്താണ്? വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഈ പണം കൊടുക്കുന്നത് വെറുതെ നിസ്സാരമല്ല, ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരൊപ്പും. ആ പണം കൊടുക്കുന്നത് എന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ അദ്ദേഹം പറയുന്നുണ്ടോ? ഇല്ല, അത് മണപ്പാട്ട് ഗ്രൂപ്പിന് വേണ്ടിയാണ്. ആ ഗ്രൂപ്പ് നടത്തുന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, തന്റെ മണ്ഡലത്തിൽ അവർ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പണം ചോദിച്ചു. എന്താ തെറ്റ്? എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അവർക്ക് അങ്ങനെയാണെങ്കിൽ സഭയിൽ പ്രതിപക്ഷ അക്കാര്യം പറയാറുന്നല്ലോ. ഈ പറയുന്നത് പോലെ ഞാൻ പോയത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ്, ഈ പറയുന്ന പറവൂരാണ് ഏറ്റവും അധികം നഷ്ടം ഉണ്ടായത്, ആ നാടിനെ പുനർജനിക്കാൻ വേണ്ടി ഞാൻ അത്തരത്തിൽ മറ്റു നാടുകളിൽ പോയി ഈ ഫൗണ്ടേഷൻ വഴി എന്തെങ്കിലും സഹായം തേടാൻ ആവശ്യപ്പെട്ടു എന്ന് സഭയിൽ പറയാമല്ലോ. അത് മാരകമായ ആനക്കുറ്റമൊന്നുമല്ലോ, നാടിന് നല്ലതിന് വേണ്ടിയല്ലേ വസന്ത്? അല്ലല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. സഭയിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോടുള്ള നേർക്കുനേർ ചോദ്യം അവിടെ പോയി പണം പിരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ പോയി പണം പിരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. സഭയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ നിങ്ങൾ ക്ലീൻ ചിറ്റ് പ്രതിപക്ഷ നേതാവിനെ എന്ന് പറയുന്ന റിപ്പോർട്ട് ഉണ്ടല്ലോ, ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് തന്നെ ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കറാണെന്നേ. സ്പീക്കർ നിയമവകുപ്പിനോട് ചോദിച്ചതിന് ശേഷം അവിടെ നിന്ന് കൊടുക്കുന്ന റിപ്ലൈ ലെറ്ററാണ് ഞാനടക്കം ഉപയോഗിക്കുന്ന ആ ലെറ്റർ. അതായത് കേരള നിയമസഭയുടെ സ്പീക്കർ പോലും ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ VD സതീശനെ കൊടുക്കാൻ സാധിക്കുമോ എന്ന അന്വേഷണം നിയമവകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതിന് സാധ്യതയില്ലാത്തത് കൊണ്ടാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി ഞാൻ സജീഷിനോടൊരു കാര്യം പറയാം. ഈ നിയമസഭയിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നേരത്തെ അടിവസ്ത്രം അടിച്ചു മാറ്റി ആന്റണി രാജുവിനെ കുറച്ചാൽ 97 MLA മാരുണ്ടല്ലോ, ഒരാളെ കൊണ്ട് അവകാശ ലംഘനത്തിന് എന്താ നോട്ടീസ് കൊടുക്കാത്ത ഇത്രയും കാലമായിട്ട്?
അതിനെന്താ നിങ്ങൾക്ക് സാധിക്കാത്തത്? സ്പീക്കർ എന്താ നടപടി സ്വീകരിക്കാത്തത്? അതായത് നിയമപരമായി തട്ടുകേട് കിട്ടുമെന്നും നിയമപരമായി കേസ് നിൽക്കില്ല എന്നും, അങ്ങനെ നിങ്ങൾ ഇനി അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്ത് നിങ്ങളുടെ സ്പീക്കർ ഒരു നടപടി എടുത്താൽ അതിനെ പോലും നിയമപരമായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നേരിട്ടാൽ കോടതിയിൽ നിന്ന് ഈ മടല് വെട്ടി അടി കിട്ടുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.